സീതി ഹാജി ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ മഞ്ഞളാംകുഴി അലിയുടെ പേര് നാവിൽ വഴങ്ങാതെ പ്രിയങ്ക പ്രസംഗത്തിനിടെ ചിരി പടർത്തി. കേരളത്തിന്റെ നമ്പർ 1 നേതാവായ മഞ്ഞളാംകുഴി അലിയെ മഞ്ഞളാംകുഴി ജി എന്നാണ് അഭിസംബോധന ചെയ്തത്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ പ്രിയങ്ക അപ്പോൾ തന്നെ തിരുത്തുകയും ചെയ്തു. പിന്നീട് പ്രിയങ്ക പേര് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം കൃത്യമായി തന്നെ പറഞ്ഞു. ആദ്യ ഒഴുത്തിൽ തെറ്റിയാലെന്താൽ രണ്ടാം ഒഴുത്തിൽ നന്നായി തന്നെ പ്രിയങ്ക പറഞ്ഞു. കേരളത്തിൽ പ്രിയങ്ക വയനാട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി മാറുകയാണ്. അതേസമയം കേരളത്തിൽ SIR നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ ഈ സമയത്തുള്ള പ്രിയങ്കയുടെ വരവ് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സർപ്രൈസ് തന്നെയാണ്. വിഷയത്തിൽ ശക്തമായാണ് പ്രിയങ്ക പ്രതികരിക്കുന്നത്. SIR തെരഞ്ഞെടുപ്പിനെ ചതിക്കാനുള്ള നീക്കമാണ് എന്നാണ് പ്രിയങ്ക പറഞ്ഞത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നലെ വന്നിറങ്ങിയപ്പോഴായിരുന്നു പ്രിയങ്ക മറുപടിയും നൽകിയത്. SIR ജനാധിപത്യ വിരുദ്ധമാണെന്നും രാജ്യത്ത് എവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിശക്തമായി എതിർക്കുമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കുമെന്ന് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. SIR നടക്കുന്ന ഇടങ്ങളിൽ വോട്ടർ പട്ടിക മരവിപ്പിച്ചു. ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം 12 ഇടങ്ങളിലാണ് രാജ്യവ്യാപക SIR ആദ്യം നടപ്പിലാക്കുക. ഈ വിഷയത്തിൽ പ്രിയങ്കയുടെ പ്രതികരണവും ആ ചിരി പടർത്തിയ പ്രസംഗവും കാണാം. Ma'am, Election Commission decided to conduct second phase of SIR including the state of Kerala. How the opposition party oppose it? Well, we have opposed the SIR in Bihar. We will oppose it wherever they try to impose it. It is only a way to cheat in the elections. It is only a way to make the elections fraudulent. It is anti-democracy, the process that they're making. And we are going to oppose it fully. Shri PMA Salam ji, Shri Manjalam Kuri ji. Wrong? No, it's Manjalam Kuri. Shall I try again? Shri Manjalam Kuri Ali ji. Okay. Shri P. Ubaidullah ji, Shri TV Ibrahim ji, Shri N. Shamsuddin ji, all the distinguished leaders on stage and all of you, it is truly a pleasure for me to be here today. എന്റെ ഏറ്റവും പ്രിയങ്കരമായ സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഇവിടെ എത്താനും നിങ്ങളെ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. Shri Bashir ji has been telling me for some time that he is inaugurating this center. He would like me to come for the inauguration. And I'm very, very happy that I could make it today. ഏറെ നാളായി ശ്രീ ബഷീർ ജി ഈ സെന്ററിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് പറയുകയും ഈ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. This center, the Siti Haji Dialysis Unit, is named after Bashir ji's father. ഈ സെന്റർ ഇവിടുത്തെ ഇത് സീതി ഹാജിയുടെ പേരിൽ നാമധേയത്തിൽ ചെയ്തിരിക്കുന്ന ഈ സെന്റർ ബഷീറിന്റെ ജിയുടെ MLA പിതാവിന്റെ പേരിലുള്ളതാണ്. As you saw in the presentation, Bashir ji lost both his father and his daughter to cancer. നിങ്ങൾ ഇവിടുത്തെ ഈ പ്രസന്റേഷനിൽ കണ്ടതുപോലെ ബഹുമാനായ ബഷീർ ജി അദ്ദേഹത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനെയും നഷ്ടപ്പെടുകയാണ്. And these excellent centers that he has set up have been set up in their memory. ഈ സെന്റർ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് അത് അവരുടെ ഓർമ്മകളിലാണ് അത് പണിത് ഉയർത്തിയിട്ടുള്ളത്. Siti Haji ji was a gentleman whose life and legacy will remain precious to all of us in this region for always. സീതി ഹാജി ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പൈതൃകവും എല്ലാം ഇവിടെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. He lived a life of service, always dedicated to the people, a life of humility, integrity and courage.
ഈ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം വിനിമയാനന്ദമായി അദ്ദേഹം ബഹുമാനത്തോടുകൂടി എല്ലാവരോടും ധൈര്യത്തോടും കരുത്തോടുകൂടി ഈ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. And it is a befitting homage to him that his sons do such good charity work and provide such immensely valuable services to everybody. അദ്ദേഹത്തിന്റെ മകൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ സേവനം സിദി ഹാജിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ സേവനത്തിനും വേണ്ടി ഏറ്റവും നല്ല ഒരു മാതൃകയാണ്. Any family that has suffered because a member of the family has a disease which is life-threatening, especially cancer, understands what an immense stress, what an immense burden, and what an immense difficulty it can be when you are in that situation and you need to access medical care. തന്റെ ഏറ്റവും സ്നേഹിതരെ അടുത്ത ബന്ധുക്കളെ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന വിഷമതകളെ സംബന്ധിച്ചും അവർ കടന്നുപോയിട്ടുള്ള വേദനകളെ സംബന്ധിച്ചുമെല്ലാം അവർക്ക് വലിയ ഒരു പരിചയം, അത് കണ്ട് ശീലിച്ചതിന്റെ ഒരു പരിചയമുണ്ടാവും. I say families because when a disease like cancer hits, it's not just the patient. It is every caregiver of the patient, everybody who loves the patient, who goes through immense suffering. അത് ഒരു രോഗി അനുഭവിക്കുന്ന മാത്രമല്ല, പക്ഷെ അവരുടെ കുടുംബം അനുഭവിക്കുന്ന, അവരുടെ ചുറ്റുപാടും നിൽക്കുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ആഴത്തിലുള്ള വേദന അതിന് പിന്നിലുണ്ട്.